എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ലൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ 300 ലൈക്കിൻ്റെ ടാർഗറ്റും എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് എല്ലാം ഉറപ്പായിട്ടും അതിലേക്ക് എത്തിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മാച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പഞ്ചാബ് സിക്കെതിരെയാണ്. വേണമെങ്കിൽ ഒരു ഈസി മാച്ച് എന്ന് പറയാൻ കാരണം ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വേറെ 5ഓളം ഫോറിൻ പ്ലേയേഴ്സ് ആ ഒരു മാച്ചിൽ കളിക്കാനുണ്ടാകില്ല. എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ TG പുരുഷോത്തമൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അതായത് ഐമൻ, ബിബിൻ, ഹീസസ് ഇവരെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് നമ്മുടെ ഐമൻ അടുത്ത മാച്ചിൽ ഉണ്ടാകുമെന്നാണ്, അദ്ദേഹം ബെഞ്ചിൽ ഉണ്ടാകുമെന്നാണ് നമ്മുടെ TG പുരുഷോത്തമൻ പറയുന്നത്. അതുപോലെ തന്നെ ഹീസസ് അതുപോലെ തന്നെ ബിബിൻ മോഹൻ ഇവർക്ക് തിരിച്ചു വരാൻ വേണ്ടി ഇനി 2 മാച്ച് കൂടി ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. ഇനി 2 മാച്ച് എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണെങ്കിൽ പോലും 2 മാച്ചേ ഉള്ളല്ലോ എന്ന് ആശ്വസിക്കാം. കാരണം പല പ്രധാന പ്ലേയേഴ്സും ഒക്കെ റൂൾഡ് ഔട്ട് ആയിപ്പോയി. ഹീസസ് ഒക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട പ്ലെയറാണ്, ബിബിനും വളരെ പ്രധാനപ്പെട്ട പ്ലെയറാണ്. സോ എന്തായാലും നമുക്ക് മിഡ്ഫീൽഡിൽ വളരെ ഒരു പ്ലെയറിനെ ആവശ്യമുണ്ട് ബിബിനെ പോലുള്ള. പിന്നെ സെൻട്രൽ ഫോർവേഡ് പൊസിഷനിൽ നോക്കിയാലും നമുക്കൊരു നല്ല ഫിനിഷർ ഇല്ല, എന്താ പറയുക ഹീസസിനെ പോലൊരു ഫിനിഷർ ഇല്ല എന്ന് തന്നെ പറയണം. സോ എന്തായാലും അവർ പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുക. അതുപോലെ തന്നെ ഐബൻ അടുത്ത കളിയിലുണ്ടാവും, അതൊരു സന്തോഷ വാർത്തയാണ്.